ലക്ഷ്യം തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ മാർഗത്തിനകത്ത് അല്പം ഒരു മിന്നൽ വേഗം സംഭവിച്ചു പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തിടുക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് തിടുക്കമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷേ അപ്പോഴും ലക്ഷ്യത്തെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. 2016 മുതലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മൊത്തം കേരളത്തിലെ റോഡുകളിൽ 3,21,580 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അപകടങ്ങളിലായി ഏകദേശം 31,000-ത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം 11 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു മണിക്കൂറിൽ 2 പേരിലധികം അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ അംഗഭംഗം സംഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ അപകടത്തിൻ്റെ കാരണം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അശ്രദ്ധയും അമിതവേഗവും റോഡിൻ്റെ പോരായ്മയുമാണെങ്കിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് വേണ്ടത്ര ട്രാഫിക് നിയമങ്ങളുമായി അവർക്ക് പരിചയമില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളുടെ ട്രാഫിക് പരിഷ്കാരം ഉണ്ടാവുന്നത്. 35 വർഷം പഴക്കമുള്ളൊരു സിലബസുമായിട്ടാണ് നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പ് ഈ ടെസ്റ്റ് നടത്തുന്നത് എന്നതാണ്. അതിനൊരു മാറ്റം വേണ്ടേ? തീർച്ചയായും ആ മാറ്റം വേണം. കേന്ദ്ര നിയമത്തിൻ്റെ ചട്ടപ്രകാരമാണ്, ആ ചട്ടങ്ങൾക്കനുസരിച്ചാണ് ഈ 4/2024 എന്ന് ഫെബ്രുവരി മാസം പുറത്തിറങ്ങിയിരിക്കുന്ന സർക്കുലറിലെ ഈ മാറ്റങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ മാറ്റങ്ങളെല്ലാം സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ. പക്ഷേ എന്നാൽ അതൊരു വൈരുദ്ധ്യമുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ഓട്ടോമേറ്റഡും ഇലക്ട്രിക്കൽ വാഹനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്താൻ പാടില്ല. എന്നാൽ അതേ സർക്കുലറിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചും ടെസ്റ്റ് നടത്താൻ പാടില്ല, കാരണം ആധുനിക സാങ്കേതിക വിദ്യയില്ല. അപ്പോൾ ഈ സർക്കുലർ ഇറക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ വൈരുദ്ധ്യം ഒഴിവാക്കാമായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യ വേണമെന്ന് പറയുകയും ഓട്ടോമാറ്റിക്കായിട്ടുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് സമയമെടുത്ത് നടപ്പാക്കേണ്ടവയാണ്. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ഏകദേശം 85ഓളം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകളുണ്ട്. ഇതിൽ 77 എണ്ണവും ഉള്ളത് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അധീനതയിലാണ്. അവർ അവിടെ വാടകയ്ക്ക് പണം അല്ലെങ്കിൽ ലീസിനെടുത്താണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അവിടെയാണ് സർക്കാർ ആ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അത് സർക്കാരിൻ്റെ അന്തസ്സിന് ചേരുന്നതല്ല എന്ന നിലപാട് സ്വാഗതാർഹമാണ്. പക്ഷേ അതിനുവേണ്ടി സർക്കാർ എന്തു ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആ ഗ്രൗണ്ടുകൾ ഒരുക്കുകയും ആ ഗ്രൗണ്ടിൽ പുതിയ ട്രാക്ക് വന്നതിന് ശേഷം 2 ടെസ്റ്റുകളുണ്ടല്ലോ, ടെസ്റ്റ് 1 ടെസ്റ്റ് 2, റോഡ് ടെസ്റ്റും ഈ ഗ്രൗണ്ട് ടെസ്റ്റും അതിനുശേഷം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമായിരുന്നു. പക്ഷേ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അതിന് മുൻപ് തിടുക്കപ്പെട്ട് അത് നടപ്പിലാക്കാൻ നോക്കിയതാണ് ഈ തിരിച്ചടിയായി മാറിയത്. ഒരു ദിവസം 30 പേർക്ക് മാത്രമാണ് ഒരു MVAയും ഒരു AMVAയും അടക്കമുള്ള യൂണിറ്റ് പരിശോധന നടത്തേണ്ടത് എന്നാണ്. അതിൽ 20 പേരെന്ന് പറയുന്നത് പുതിയ അപേക്ഷകരും 10 പേര് പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ട് വരുന്നവരുമാണ്. ഓർമ്മിക്കണം, മലപ്പുറത്തെ ഒരു വിദ്വാനായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു ദിവസം 6 മണിക്കൂർ കൊണ്ട് 147 പേർക്ക് ടെസ്റ്റ് നടത്തി വിട്ടു. എന്നിട്ട് അയാൾ ടെസ്റ്റിനോടൊപ്പം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ പോയി 5 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ്സും കൊടുത്തു. ആ മനുഷ്യനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റൊന്ന് തൊഴുതു പോവും. അങ്ങനൊരു മനുഷ്യനാണ്. അത്തരം ആളുകളെ ഉദ്ദേശിച്ചാണ് ഇന്ന് ഈ മലപ്പുറം മാഫിയ എന്നൊരു പ്രയോഗം നടത്തിയത്. അങ്ങനെ ധാരാളം ആളുകൾ എല്ലായിടങ്ങളിലും ഉണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ആ ഏജൻറ്റുമാർ വളരെ ശക്തമായിട്ടൊരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അവരെ തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ 35 വർഷം പഴക്കമുള്ളൊരു സിലബസിന് പകരം പുതിയ സിലബസ് വരണം. അവിടെ ആധുനിക രീതിയിൽ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടണം. ഈ അയർലൻഡിൽ നേരത്തെ ഡിജോ എന്നോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, അയർലൻഡിൽ ടെസ്റ്റ് നടത്തുമ്പോൾ 45 മിനിറ്റാണത്രേ ഒരാൾക്ക് ഈ മോട്ടോ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ മിനിമം വേണ്ട സമയം. അതേപോലെ UAE-യിലടക്കം നമ്മൾ പോയാൽ വളരെ എളുപ്പമോടെ കിട്ടില്ല. ആദ്യഘട്ടത്തിൽ മിക്കവാറും ഇവിടെ നിന്ന് പോകുന്നവർ പരാജയപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ്. വളരെ കൃത്യമായി പരീക്ഷ 1, പരീക്ഷ 2, പരീക്ഷ 3 ഇതൊക്കെ പാസ്സായിട്ടാണ് വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. ആ രീതിയിൽ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ തന്നെ പോകണം. ഇനിയും കൂടുതൽ ജീവനുകൾ പൊലിയാൻ പാടില്ല. നമ്മളുടെ വാഹനങ്ങൾ 10 ഇരട്ടി കൂടുമ്പോൾ റോഡിന് പകുതി പോലും വർധനമുണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പുതിയ വാഹനങ്ങളാണ്, വളരെ ശക്തിയുള്ള വാഹനങ്ങൾ. അവ ഉപയോഗിച്ച് ചെറുപ്പക്കാർ പോകുമ്പോൾ അവർക്ക് കൃത്യമായും ഓടിക്കുന്നതിൻ്റെ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തീർച്ചയായും മന്ത്രിയുടെ ഈ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേസമയം തന്നെ അല്പം സാവകാശം കൊടുക്കാമായിരുന്നു, കുറച്ച് ഒരുക്കങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാകാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. Meet the editors.